ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തരിശു നിലങ്ങളിൽ പൊന്നു വിളയിച്ചതും ആയിരപ്പറ നിറച്ചതും എല്ലാം ഇന്ന് കേരളത്തിന്റെ ചരിത്രമായി മാറിയിരിക്കുന്നു. നിലം ഉഴുത് വിത്തെറിഞ്ഞും നനച്ച് കൊയ്തെടുത്തും പറ നിറച്ച കേര കർഷകരും ഇന്ന് മൺമറഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും നമ്മുടെ കാർഷിക പ്രതാപത്തിന്റെ ഓർമ്മകൾക്ക് കരുത്തു പകരുന്ന ഏത് ശ്രമത്തെയും നാം മാതൃകയാക്കേണ്ടതാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. 10ാം ശമ്പള പരിഷ്കരണത്തിൽ നേരിട്ട അവഗണനയ്ക്കെതിരെ ജില്ലയിലെ വെറ്ററിനറി ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരത്തിന് തുടക്കം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് പഠിക്കാൻ ജനപ്രതിനിധികൾക്ക് പഞ്ചായത്ത് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെ പരിശീലന ശില്പശാല. +2 പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്കായി പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. ഗീതാപുറ്റി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, 10ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലെ അവഗണന പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട്ടെ വെറ്റിനറി ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കോഴിക്കോട് മൃഗാശുപത്രി പരിസരത്ത് നടന്ന ധർണാ സമരം മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ഒടുക്കം വെറ്റിനറി ഡോക്ടർമാരും അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. ഗീതാപൂറ്റി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, 10ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലെ അവഗണന പരിഹരിക്കുക, വകുപ്പ് പുനഃസംഘടന വികലമാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോഴിക്കോട്ടെ വെറ്റിനറി ഡോക്ടർമാർ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. വെറ്റിനറി ചികിത്സാ രംഗത്ത് നിരവധി ഗുണകരമായ മാറ്റങ്ങൾ, പുതിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, രാത്രികാല ചികിത്സാ സേവനം, ലാബുകൾ, പരിശീലനങ്ങൾ തുടങ്ങി വെറ്റിനറി ഡോക്ടർമാരുടെ മികച്ച സേവനം കർഷകർക്ക് എത്തിക്കുന്നതിനും വെറ്റിനറി ഡോക്ടർമാരുടെ പ്രാഗൽഭ്യം വർദ്ധിക്കാനാവശ്യമായ നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയതുമായിരുന്നു ഗീതാപൂറ്റി കമ്മീഷൻ. എന്നാൽ ഇത് സർക്കാർ പൂഴ്ത്തിവെക്കുകയായിരുന്നുവെന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്നും വെറ്റിനറി ഡോക്ടർമാർ പറയുന്നു. 10ാം ശമ്പള പരിഷ്കരണത്തിലും വെറ്റിനറി ഡോക്ടർമാർക്ക് അവഗണന നേരിടേണ്ടി വന്നു. 9ാം ശമ്പള പരിഷ്കരണത്തിനു ശേഷം മാത്രം ഗസ്റ്റഡ് പദവിയിലെത്തിയ മറ്റു പല വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും കേരളപ്പിറവി മുതൽ ഗസ്റ്റഡ് പദവിയുള്ള വെറ്റിനറി ഡോക്ടർമാരെക്കാൾ ഉയർന്ന ശമ്പള സ്കെയിൽ 10ാം ശമ്പള പരിഷ്കരണത്തിൽ അനുവദിച്ചു നൽകി. എന്നാൽ വെറ്റിനറി ഡോക്ടർമാരെ തഴയുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പേവിഷബാധ, പക്ഷിപ്പനി, ആന്ത്രാക്സ് അടങ്ങിയ മാരകമായ രോഗങ്ങളുമായി ഇടപെടുകയും കന്നുകാലികൾ, നായ്ക്കൾ തുടങ്ങിയവയുടെ ആക്രമണങ്ങൾക്ക് ദിവസേന വിധേയരാകേണ്ടി വരുന്നവരുമാണ് ഡോക്ടർമാർ. സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റൊരു ജീവൻ രക്ഷിക്കുന്നതിനാൽ വെറ്റിനറി ഡോക്ടർമാർക്ക് റിസ്ക് അലവൻസ് നൽകി വന്നിരുന്നു. എന്നാൽ ശമ്പള പരിഷ്കരണത്തിൽ സർക്കാർ റിസ്ക് അലവൻസ് എടുത്തുകളയുകയായിരുന്നു. വകുപ്പ് പുനഃസംഘടന വികലമാക്കാനുള്ള നീക്കവും നടന്നു. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്താനാണ് കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. കോഴിക്കോട് വെറ്റിനറി ഓഫീസിന് മുന്നിൽ നടന്ന പണിമുടക്ക് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ ഡോക്ടർ മാധവൻ, ഡോക്ടർ ബിനീഷ്, സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സന്തോഷ്, ഡോക്ടർ KK ബേബി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെറ്ററിനറി ഡോക്ടർമാരോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള ഗവൺമെന്റ് വെറ്ററിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ജില്ലാ വെറ്ററിനറി ആശുപത്രി മുതൽ പഞ്ചായത്ത് ഡിസ്പെൻസറികളിൽ വരെ ചികിത്സ മുടങ്ങിയിരിക്കുകയാണ്. തീർത്തും ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് സമരത്തിന് നിർബന്ധിതരായതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിൽ പറയുന്നത് പോലെ വലിയ വ്യത്യാസം ശമ്പള സ്കെയിൽ നേരിടുകയാണ്. കൂടാതെ നിലവിലുണ്ടായിരുന്ന പല ആനുകൂല്യങ്ങളും, ഉദാഹരണത്തിന് റിസ്ക് അലവൻസ് പോലെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അത് എടുത്തു മാറ്റുക കൂടി ചെയ്തിട്ടുണ്ട്. 15 വർഷം സർവീസുള്ള ഒരു വെറ്റിനറി ഡോക്ടർക്ക് നൽകുന്നതിനേക്കാൾ ശമ്പളമാണ് അവരോടൊപ്പം അവരുടെ അതേ ശമ്പള സ്കെയിലിൽ സർക്കാർ സർവീസിൽ പ്രവേശിച്ച മറ്റു പല വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർക്ക് 10ാം ശമ്പള കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഇത് വെറ്റിനറി ഡോക്ടർമാരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വെറ്റിനറി ഡോക്ടർമാരുടെ മുൻവർഷങ്ങളിലെ നിരന്തര സമരങ്ങളുടെ ഫലമായി സർക്കാർ തന്നെ നിയോഗിച്ച ഗീതാപൊറ്റി കമ്മീഷൻ റിപ്പോർട്ട് ശമ്പള കമ്മീഷൻ പരിഗണിച്ചിട്ടില്ല. മൃഗസംരക്ഷണ
വകുപ്പിന്റെയും കാർഷിക മേഖലയുടെയും ഗുണകരമായ മാറ്റങ്ങൾക്കാവശ്യമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഗീതാപോറ്റി കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിക്കാത്തതിൽ വലിയ ദുരൂഹത അവശേഷിക്കുന്നതായും അവർ പറഞ്ഞു. അസോസിയേഷൻ വളരെ കാലമായി ആവശ്യപ്പെടുന്ന വകുപ്പ് പുനഃസംഘടനയും വികലമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. വെറ്റിനറി ഡോക്ടർമാരോടുള്ള സർക്കാരിന്റെ കാലങ്ങളായുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു സമരമാർഗം സ്വീകരിച്ചതെന്നും ഡോക്ടർ മാധവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇന്ദിര ആവാസ് യോജന, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സംയോജിത നീർത്തട വികസന പദ്ധതി, ഗ്രാമീണാടിസ്ഥാന വികസന സൌകര്യം, സ്വച്ഛ് ഭാരത് മിഷൻ തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ജനപ്രതിനിധികളെ ബോധവാന്മാരാക്കാനായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. ജനോപകാരപ്രദമായ പല പദ്ധതികളും ജനങ്ങളിലെത്താതിരിക്കാനുള്ള കാരണം പദ്ധതികളെക്കുറിച്ച് അവബോധമില്ലായ്മയാണ്. കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പദ്ധതികൾ പൂർണ്ണമായും ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം വിവിധ സെഷനുകളിലായി ക്ലാസുകൾ സംഘടിപ്പിച്ചത്. വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് കേശവദാസ്, സഹീറുദ്ദീൻ, ഹൈദർ അലി, രാധാകൃഷ്ണൻ, ഷിൻസ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ അബ്ദുൾ അസീസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടങ്ങാട്ട്, സെക്രട്ടറി സലീം, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ +2 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ജില്ലയിലെ 244 വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അർഹരായത്. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ +2 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. MK രാഘവൻ MP പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് നൽകിവരുന്നത്. പദ്ധതിയുടെ ഭാഗമായി 2014-15 വിദ്യാഭ്യാസ വർഷത്തിൽ സ്റ്റേറ്റ് സിലബസിൽ +2 പഠനം പൂർത്തിയാക്കിയ എല്ലാ വിഷയത്തിലും A+ ഗ്രേഡ് ലഭിച്ചവരും പിന്നോക്ക വിഭാഗത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 2010 വിദ്യാർത്ഥികൾക്കുമാണ് സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ 244 വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അർഹരായത്. 5000 രൂപയാണ് സ്കോളർഷിപ്പ്. 12,20,000 രൂപയാണ് സ്കോളർഷിപ്പിനായി ചെലവഴിക്കുന്നത്. 5000 രൂപയാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കാൻ തുടങ്ങിയിട്ട്, രണ്ടാമത്തെ കൊല്ലമാണിത്. പിന്നോക്ക വിഭാഗത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടിയാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പദ്ധതികൾ നടപ്പാക്കുന്നത്. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ മോഹൻ ശങ്കർ, ഡയറക്ടർ MP രാധാകൃഷ്ണൻ, സഹായദാസ് ജെ, മാനേജർ AR ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നാഗ്ജി രാജ്യാന്തര ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെന്റിൽ യുക്രൈനിലെ നിപ്രോ പ്രൊട്ടോവസ്ക് ജേതാക്കളായി. ബ്രസീലിയൻ ക്ലബ്ബ് അത്ലറ്റിക്കോ ഡി പരാനൈൻസിനെ പരാജയപ്പെടുത്തിയാണ് ഇവർ വിജയകിരീടം അണിഞ്ഞത്. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നടന്നുവന്ന നാഗ്ജി ഫുട്ബോളിന് സമാപനം. 21 വർഷങ്ങൾക്ക് ശേഷം പുനർജനിച്ച നാഗ്ജി ഫുട്ബോളിൽ ഉക്രൈൻ ടീമായ FC നിപ്രോ ജേതാക്കളായി. തിങ്ങി നിറഞ്ഞ ഗാലറിയെ സാക്ഷിയാക്കി ഫൈനലിൽ ബ്രസീലിയൻ ടീമായ അത്ലറ്റിക്കോ പരാനൈൻസിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് കീഴടക്കിയാണ് നിപ്രോ കിരീടം സ്വന്തമാക്കിയത്. 41 മിനിറ്റിൽ ഇഹോർകോദും, 62 മിനിറ്റിൽ ഡെന്നിസ് ബലാന്യൂക്കും, 85 മിനിറ്റിൽ യൂറി വാക്കുൽക്കയും നിപ്രോയ്ക്ക് ലക്ഷ്യം കണ്ടു. സമാപന ചടങ്ങിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. KDFA പ്രസിഡന്റ് ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് അധ്യക്ഷം വഹിച്ചു. മേയർ VKC മുഹമ്മദ് കോയ, KFA പ്രസിഡന്റ് KMA മേത്തർ, TP ദാസൻ, PK ഗ്രൂപ്പ് ചെയർമാൻ PK അഹമ്മദ്, A പ്രദീപ് കുമാർ MLA എന്നിവർ സംസാരിച്ചു. വരും വർഷങ്ങളിലും ടൂർണമെന്റ് നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers.
നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൗണ്ടിൽ. ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൗണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. ഈ സിസ്റ്റം വീണ്ടും ഹാങ് ആയല്ലോ. വർക്കാണെങ്കിൽ തീർന്നിട്ടുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാ വീട്ടിൽ പോകാൻ പറ്റുക? കുട്ടിക്ക് എന്താ ഷീസ്റ്റിൽ താമസിച്ചൂടെ? അതെന്താ സംഭവം? നമ്മളെപ്പോലെ ജോലിയുള്ള സ്ത്രീകൾക്ക് സ്വന്തം വീട് പോലെ സുരക്ഷിതമായി താമസിക്കാൻ സർക്കാർ ഒരുക്കിയ സ്ഥാപനം. വൃത്തിയും വെടിപ്പുമുള്ള വിശാലമായ മുറികളാണ് ഇവിടെയുള്ളത്. AC റൂമുകളുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സൗകര്യമുണ്ട്. ഇന്റർവ്യൂവിനും പരീക്ഷയ്ക്കും മറ്റും വന്ന് നഗരത്തിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് സുരക്ഷിതമായി താമസിക്കാം ഇവിടെ. എവിടെയാണത്? എരഞ്ഞിപ്പാലത്ത്. ഇപ്പൊ എന്റെ കുറെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി എന്തെല്ലാം സംവിധാനമാണ് നമ്മുടെ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. ഷീ സ്റ്റേ കേരള സർക്കാരിന് കീഴിൽ വനിതാ വികസന കോർപ്പറേഷന്റെ പുതിയ സംരംഭം. വിശാലമായ 3 നില കെട്ടിടത്തിൽ 100 പേർക്ക് താമസ സൗകര്യം, AC റൂമുകൾ, വൈഫൈ സംവിധാനം, നാപ്കിൻ വെൻഡിംഗ് മെഷീൻ, നാപ്കിൻ ഇൻസിനേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യം. കേരളത്തിലെ ആദ്യത്തെ ഷീ സ്റ്റേ. ഷീ സ്റ്റേ, സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു താമസ സൗകര്യം. സുവർണകാലത്തിന്റെ കയ്യൊപ്പുമായി നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സർക്കാർ. വാർത്തകൾ തുടരുന്നു. സന്തോഷത്തിന്റെ അടിസ്ഥാനം പണമാണെന്ന ചിന്ത വെടിഞ്ഞ് ഏത് ജോലിയും സന്തോഷത്തോടെ ചെയ്യാനുള്ള മാനസികാവസ്ഥ യുവതലമുറയിൽ വളർന്നു വരണമെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ. CSCO ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി കുറ്റിച്ചിറയിൽ നടന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ സാമൂഹിക പ്രവർത്തന രംഗത്ത് 60 വർഷം പിന്നിട്ട കുറ്റിച്ചിറ CSCOയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി കാലിക വിദ്യാഭ്യാസ രംഗവും സാംസ്കാരിക സമന്വയവും എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. കുറ്റിച്ചിറ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറയെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റാനുള്ള വിദ്യാഭ്യാസം തെരഞ്ഞെടുക്കണമെന്നും പെൺകുട്ടികൾക്ക് അധികാരത്തിൽ പങ്കാളികളാവാനുള്ള അവസരം ലഭിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. സന്തോഷത്തിന്റെ അടിസ്ഥാനം പണമാണെന്ന ചിന്ത വെടിഞ്ഞ് ഏതു ജോലിയും സന്തോഷത്തോടെ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്തോഷവും ലഭിക്കും. നമ്മുടെ ഹാപ്പിനെസിന്റെ അടിസ്ഥാനം പണമാണ് എന്ന് മനസ്സിലാക്കുന്നത് ആണ് പലപ്പോഴും ഇത്തരം ജോലികൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അങ്ങനെ ആവരുത്. ഡയമണ്ട് ജൂബിലി ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ CP കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി EV അബ്ദുൽ ഗഫൂർ, ജനറൽ കൺവീനർ P സക്കീർ, കോർപ്പറേഷൻ കൌൺസിലർ ജയശ്രീ കീർത്തി, എഞ്ചിനീയർ MM മുഹമ്മദ് കോയ, EV മാലിക്, പ്രൊഫസർ PM ഷിയാലിക്കോയ, MP ചെക്കുട്ടിക്കോയ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സെമിനാറിൽ പ്രൊഫസർ KV ഉമ്മർ ഫാറൂഖ് മോഡറേറ്ററായിരുന്നു. ജീവിതത്തിന്റെ പച്ചപ്പ് തേടുന്ന ഒരു പിടി ചിത്രങ്ങളുമായി EN ശാന്തകുമാരിയുടെ ചിത്ര പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. പ്രകൃതിയുടെ സംഗീതം എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ 40ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. ജീവിത പ്രയാസങ്ങൾക്കിടയിലും ചിത്രകലയോടുള്ള പ്രണയം ശാന്തകുമാരി കൈവിട്ടില്ല. അവസരം വരുമ്പോൾ അത് പച്ചപിടിക്കും എന്ന ആത്മവിശ്വാസം കൈവിടിഞ്ഞതുമില്ല. അങ്ങനെ ഇരിങ്ങാലക്കുടക്കരിയായ EN ശാന്തകുമാരിയുടെ ആദ്യ ഏകാംഗ ചിത്ര പ്രദർശനം യാഥാർത്ഥ്യമായി. പ്രകൃതിയുടെ സംഗീതം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്ര പ്രദർശനത്തിൽ ജീവിതവൃക്ഷത്തിന്റെ പച്ചപ്പ് ചോർന്നു പോകുന്ന കാലത്തെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അവയിൽ നല്ല കാലത്തിന്റെ പച്ചപ്പും കെട്ടകാലത്തിന്റെ വരൾച്ചയും നിറഞ്ഞു നിൽക്കുന്നു. കൂട്ടത്തിലെ ബോൺസായി ചെടികൾ പ്രദർശനത്തെ ആകർഷണീയമാക്കുന്നു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലിച്ചെടികളെയും മനോഹരമായി ക്യാൻവാസിൽ ശാന്തകുമാരി പകർത്തിയിട്ടുണ്ട്. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച് ആൽമരച്ചുവട് ഇന്ന് ഇലകൊഴിഞ്ഞ് വേരുകൾ നഷ്ടപ്പെട്ട് മൃതപ്രായമായിരിക്കുന്നു എന്ന സത്യത്തിന്റെ ആവിഷ്കാരവും പ്രദർശനത്തിലുണ്ട്. 42ഓളം ചിത്രങ്ങളടങ്ങുന്ന തന്റെ ചിത്ര പ്രദർശനത്തിനുള്ള വേദിയായി കോഴിക്കോടിനെ തിരഞ്ഞെടുക്കാൻ കാരണം താൻ കലാപ്രേമികളായ കോഴിക്കോട്ടുകാരെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണെന്ന് അവർ പറഞ്ഞു. മരങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊണ്ടിരിക്കുന്ന മരങ്ങളൊക്കെ കാണുമ്പോഴത്തെ വിഷമം. അപ്പൊ അതിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയൊരു കള്ളിച്ചിരിനൊക്കെ ഞാനൊരു നടത്തിയിട്ടുണ്ട്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച പ്രദർശനം ഗുരുവായൂർ ചുമർ ചിത്രകല ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ KU കൃഷ്ണകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്.
സർവശിക്ഷാ അഭിയാൻ സംഘടിപ്പിക്കുന്ന മികവുത്സവം 2016 ഫെബ്രുവരി 23 SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കും. മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഉണർവുകൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ് മികവുത്സവം 2016. ജില്ലയിലെ 15 BRCകളിൽ നിന്ന് 2 വീതമെന്ന ക്രമത്തിൽ 30 വിദ്യാലയങ്ങളാണ് ജില്ലാതലത്തിൽ മികവുകൾ അവതരിപ്പിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സർവശിക്ഷാൻ അഭിയാനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മികവുത്സവം 2016 കൊണ്ട് അക്കാദമിക മികവുകൾ വ്യാപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഫെബ്രുവരി 23 ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ 5 മണി വരെ കോഴിക്കോട് പുതിയറയിലെ SK പൊറ്റക്കാട് സാംസ്കാരിക നിലയത്തിൽ ജില്ലാതല മികവുത്സവം സംഘടിപ്പിക്കുമെന്ന് ഡിസ്ട്രിക്ട് പ്രോജക്ട് ഓഫീസർ K. വത്സൻ പറഞ്ഞു. BRC, വിദ്യാലയ പാനലുകൾ, കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ, വായനാ സാമഗ്രികൾ, സർഗസമാഹാരങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ പ്രദർശനവും അനുബന്ധമായി ഉണ്ടായിരിക്കും. ചടങ്ങുകൾ മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും. DDE ഗിരീഷ് ചോരയിൽ മുഖ്യപ്രഭാഷണം നടത്തും. സമാപന സമ്മേളനം ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്ത് മികവുത്സവത്തിന്റെ സമ്മാനദാനം നിർവഹിക്കുമെന്നും പ്രോഗ്രാം കോർഡിനേറ്റർമാർ പറഞ്ഞു. കുട്ടികൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന പീഡനങ്ങൾക്കെതിരെ കോഴിക്കോട് പ്രതിഷേധ ചിത്രം വര സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടി പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. ബാലപീഡനത്തിനെതിരെ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ബീച്ചിൽ ചിത്രരചന സംഘടിപ്പിച്ചു. പ്രതിഷേധ വര എന്ന പേരിലാണ് കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ബാലപീഡനത്തിനെതിരെ പ്രതിഷേധ വര തീർത്തത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ EV പൃഥ്വിരാജ് മുഖ്യാതിഥിയായിരുന്നു. ആർട്ടിസ്റ്റ് മദനൻ ആദ്യം ചിത്രം വരച്ചു. 20ഓളം ചിത്രകാരന്മാർ പങ്കുചേർന്നു. സാജിദ് ചോല, പ്രേംദാസ് ഇരുവള്ളൂർ, അശോക് കുമാർ, രാജൻ കടലുണ്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പട്ടികജാതിക്കാരുടെ വീടുകളിലേക്കുള്ള പൊതുവഴി കെട്ടിയടച്ച അധികാരികളുടെ നടപടിക്കെതിരെ അംബേദ്കർ ജനപരിഷത്ത് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 25 ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് AJP സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി പറഞ്ഞു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ വെളുത്തേടത്ത് വീട്ടിൽ താമസിക്കും ക്യാൻസർ രോഗിയും പട്ടികജാതിക്കാരിയുമായ പ്രേമിയുടെയും മറ്റ് 8ഓളം പട്ടികജാതി കുടുംബങ്ങളുടെയും വീട്ടിലേക്കുള്ള പൊതുവഴി സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പഞ്ചായത്ത് അനുവദിച്ച പൊതുവഴി തുറന്നു തരണമെന്ന് ആവശ്യപ്പെട്ട് ചാത്തമംഗലം പഞ്ചായത്ത് അധികാരികൾ മുതൽ ജില്ലാ കളക്ടർ, തഹസിൽദാർ, RDO, വകുപ്പ് മന്ത്രിമാർ, പട്ടികജാതി കമ്മീഷൻ, വനിതാ കമ്മീഷൻ, സർവേ സൂപ്രണ്ട് തുടങ്ങിയവർക്കും ജനപ്രതിനിധികൾക്കും പരാതിയും നിവേദനവും കൊടുത്തെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് രാംദാസ് വേങ്ങേരി പറഞ്ഞു. 8ഓളം പട്ടികജാതി കുടുംബങ്ങളുടെ പൊതുവഴി സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടി തടഞ്ഞതിൽ പൊതുവഴി കെട്ടിയടച്ച സ്വകാര്യ വ്യക്തിക്ക് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ സ്ഥലം ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ച് നൽകുകയും ചെയ്തു. കുടുംബങ്ങളുടെ വീട്ടിലേക്കുള്ള പൊതുവഴി അടച്ചുപൂട്ടിയവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് റവന്യൂ അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് അംബേദ്കർ ജനപരിഷത്ത് ആരംഭിക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 25 ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും AJP സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില്.
അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. ഹെഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ കുടുംബസംഗമം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വികസന നയത്തിൽ തൊഴിലാളി ക്ഷേമത്തിന് ഇടമില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. വലിയങ്ങാടി ഹെഡ് വർക്കേഴ്സ് യൂണിയൻ CITU ലോറി അടുക്കുമറിപ്പ് തൊഴിലാളികളുടെ കുടുംബസംഗമം ഗാന്ധിഗൃഹത്തിൽ നടന്നു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വികസന നയങ്ങളിൽ തൊഴിലാളി ക്ഷേമത്തിന് ഇടമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. UDF ഭരണത്തിൽ കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖല തകർന്നു. വിലക്കയറ്റം ക്രമാതീതമായി വർദ്ധിച്ചതാണ് സർക്കാരിന്റെ പ്രധാന നേട്ടം. LDF ഭരണത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡ് എന്നിവയിലൂടെ അവശ്യ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തിയിരുന്നു. ഇന്ന് ഇവിടങ്ങളിൽ അവശ്യ സാധനങ്ങൾ കിട്ടാനില്ല. ഇതിനു പുറമെ ചികിത്സാ ചെലവടക്കമുള്ളവ വർദ്ധിച്ചു. ഇതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള വരുമാനം പണിയെടുക്കുന്നവർക്ക് ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിലാളികളുടെ മിനിമം കൂലി 15,000 രൂപയാക്കണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉയർത്തി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 15 കോടി തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധിച്ചിട്ടും കേന്ദ്ര സർക്കാരിന് അനക്കമില്ല. തൊഴിലാളി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള മര്യാദ പോലും സർക്കാർ കാണിച്ചില്ല. സർക്കാരിന്റെ ഇത്തരം നയങ്ങളിൽ പ്രതിഷേധിച്ച് മാർച്ച് 10 സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ അഖിലേന്ത്യാ പ്രതിഷേധ ദിനം ആചരിക്കും. യോഗത്തിൽ P. കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് PM ആതിര, കാനങ്ങോട്ട് ഹരിദാസൻ, M. കുഞ്ഞാതുകോയ, P. ഹുസൈൻ, M. വാസുദേവൻ, AV കരീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തരിശുനിലത്തിൽ പൊന്നു വിളയിക്കാനുള്ള ഒരുക്കത്തിലാണ് അരിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ജനകീയ കൂട്ടായ്മ. കണ്ണമ്പത്ത് പാടശേഖരത്തിലെ 10 ഏക്കർ തരിശുഭൂമി 5 വർഷം കൊണ്ട് കൃഷിയോഗ്യമാക്കുകയാണ് ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. തരിശുനിലം കൃഷിയോഗ്യമാക്കാനുള്ള പഞ്ചായത്തിന്റെ ഉദ്യമത്തിന് ജനകീയ കൂട്ടായ്മയും കൈകോർത്തതോടെ ഒരു വലിയ സംരംഭത്തിനാണ് തുടക്കമായത്. കർഷക ഗ്രൂപ്പുകളുടെയും കുടുംബശ്രീയുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അഗ്രോ സർവീസ് സെന്റർ തൊഴിലാളികളുടെയും സംയുക്ത കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം വഹിക്കുക. താലൂക്കിന്റെ നെല്ലറയായിരുന്ന വെള്ളിയന്നൂർ ചെല്ലിയിൽ 1500 ഏക്കർ തരിശുഭൂമിയാണുള്ളത്. അതിൽ 450 ഏക്കർ പാടം പഞ്ചായത്തിന്റെ അധീനതയിലാണ്. ഇവിടെയും കൃഷിയിറക്കാൻ മുൻകൈയെടുക്കുകയാണ് ഈ കൂട്ടായ്മ. വർഷങ്ങളായി കൃഷിയോഗ്യമല്ലാതിരുന്ന ഇവിടം നിറയെ കൂറ്റൻ പുല്ലുകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. സ്ഥലമുടമകൾക്ക് കൃഷി ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ കൂടിയും നോക്കി നടത്താൻ ആളെ കിട്ടാത്തതും ലാഭകരമല്ലാത്തതുകൊണ്ടുമാണ് നെൽകൃഷിയിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ നേരിട്ടുള്ള ഇടപെടലുകൾ 250ഓളം സ്ത്രീകളെ വയലിലിറക്കാൻ സാധിച്ചു എന്നത് മാതൃകാജനകമായി. ഇതേക്കുറിച്ച് അരിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാധ. പഞ്ചായത്തിന്റെ ഒരു സ്വപ്നമായ ഈ പഞ്ചായത്തിൽ നിലവിലുള്ള തരിശുഭൂമി മൊത്തം കൃഷിയോഗ്യമാക്കി നമ്മുടെ അരിക്കുളം പഞ്ചായത്തിനെ സമ്പൂർണ്ണ നെൽഗ്രാമം അല്ലെങ്കിൽ സമ്പൂർണ്ണ നെന്മണി ഗ്രാമമാക്കി മാറ്റാനുള്ള ഒരു ഉദ്ദേശമാണ്. കാടുവെട്ടി യന്ത്രം ഉപയോഗിച്ച് കൂറ്റൻ പുല്ല് വെട്ടിയും ട്രില്ലർ ഉപയോഗിച്ച് നിലമുഴുതുമറിച്ചും ചെളിപൂണ്ട ഭാഗം വെട്ടി വരമ്പാക്കിയും ഇവർ വയലിൽ സജീവമായി. ഇവർക്ക് പ്രോത്സാഹനമേകാൻ നാട്ടിപ്പാട്ടുമായി പഴയകാല കർഷകരും ഒപ്പമുണ്ടായിരുന്നു. അരിക്കുളത്തെ തരിശായി കിടക്കുന്ന എല്ലാ നെൽവയലുകളും കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് അടുത്ത 5 വർഷക്കാലം നടത്താൻ പോകുന്ന ഒരു പ്രവർത്തന പദ്ധതിക്ക് അരിക്കുളം അഗ്രോ സർവീസ് സെന്ററിലെ ജീവനക്കാരും അതിന്റെ കൃഷി ഉപകരണങ്ങളും എല്ലാം തന്നെ സൗജന്യമായ സേവനം എന്ന രൂപത്തിൽ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ട് അരിക്കുളം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ഈ പ്രോജക്ട് വൻ വിജയമാക്കാൻ വേണ്ടി നാട്ടിൻപുറത്തിന്റെ നന്മയുടെ ഈരടികൾക്കിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് C. രാധ ഇതിന് തുടക്കമിട്ടു. കൃഷി ഓഫീസർ അനിത പാലേരി, അഗ്രോ സർവീസ് സെന്റർ പ്രസിഡന്റ് പ്രേംബാസി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരും ഒപ്പം ചേർന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മസ്തിഷ്ക ആഘാതം മൂലം വിവിധതരം വൈകല്യങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ സെറിബ്രൽ പാൾസി റീഹാബിലിറ്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ഓഫീസേഴ്സ് ക്ലബ്ബും ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സമൂരിയൻസും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. കുഞ്ഞു മനസ്സിലെ നോവുന്ന ഓർമ്മകൾക്ക് സാന്ത്വനമേകുകയാണ് കോഴിക്കോട് നടന്ന സെറിബ്രൽ പാൾസി റീഹാബിലിറ്റേഷൻ ക്യാമ്പ്. കോഴിക്കോട് ഓഫീസേഴ്സ് ക്ലബ്ബും ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സാമൂരിയൻസും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മസ്തിഷ്ക ആഘാതം മൂലം വിവിധതരം വൈകല്യങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ആശ്വാസം പകരുകയായിരുന്നു സംഘടനകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശൂർ പരിയാരം മെഡിക്കൽ കോളേജ്, മലബാർ മെഡിക്കൽ കോളേജ് തുടങ്ങി വിവിധ ആശുപത്രികളിൽ നിന്നെത്തിയ 8 ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമായത്. ന്യൂറോളജിസ്റ്റ്, ശിശുരോഗ വിദഗ്ധൻ, എല്ലുരോഗ വിദഗ്ധൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, പ്രോസ്തെറ്റിക് എഞ്ചിനീയർ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ശ്രവണ സംസാര ചികിത്സാ വിദഗ്ധൻ എന്നിവർ ക്യാമ്പിൽ കുട്ടികളെ നേരിട്ട് പരിശോധിക്കുകയും പുനരധിവാസത്തിനു വേണ്ടിയുള്ള വിവിധതരം ചികിത്സകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. 10 വയസ്സിൽ താഴെയുള്ള 30ഓളം അംഗവൈകല്യം ബാധിച്ച കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്.
ലയൺസ് ക്ലബ് കോർഡിനേറ്റർ MK ശശീന്ദ്രൻ, സെക്രട്ടറി KK ബാലസുബ്രഹ്മണ്യൻ, ഓഫീസേഴ്സ് ക്ലബ് സെക്രട്ടറി വത്സലൻ, ഡോക്ടർ സുധാകരൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാലിന്യ സംസ്കരണത്തിനു വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉറവിട മാലിന്യ സംസ്കരണ ബൃഹത് പദ്ധതിയുടെ വിശദീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉറവിട മാലിന്യ സംസ്കരണ ബൃഹത് പദ്ധതി വിശദീകരണം ശ്രീനാരായണ സെന്റിനറി ഹാളിൽ നടന്നു. ചടങ്ങിൽ മേയർ VKC മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ചു. പരിപാടി മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ പദ്ധതി മികവുറ്റതാണെന്നും മറ്റു കോർപ്പറേഷനുകൾക്കും ഇത് മാതൃകയാക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജൈവ മാലിന്യങ്ങളെയും അജൈവ മാലിന്യങ്ങളെയും വേർതിരിക്കുകയാണ് ആദ്യഘട്ടമായി ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കി ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പദ്ധതിയിൽ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജീവിതശൈലിയിൽ വരുത്താവുന്ന നല്ല മാറ്റങ്ങൾ ഇതിന് സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഡോക്ടർ റീന ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. പുതിയ പദ്ധതിയിലൂടെ നഗരത്തിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മാലിന്യങ്ങൾ പെരുകിവരുന്ന കോഴിക്കോട്ടെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ഇനി മുതൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യും. ശുചിത്വമുള്ള നഗരമായി കോഴിക്കോടിനെ മാറ്റുന്നതോടൊപ്പം ജനങ്ങളുടെ പങ്കാളിത്തവും പദ്ധതിയിലുണ്ടായിരിക്കും. ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ്, ഡെപ്യൂട്ടി മേയർ മീര ദർശക്, ചെയർപേഴ്സൺ അനിത രാജൻ, ആശാ ശശാങ്കൻ, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, C അബ്ദുറഹ്മാൻ, നമ്പിടി നാരായണൻ, V കിഷൻചന്ദ്, TP സതീശൻ, വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകളിലേക്ക്. ബേപ്പൂർ മുതുനിലം ജനസേവാ റെസിഡൻസ് അസോസിയേഷന്റെ 7ാം വാർഷികം വിപുലമായ പരിപാടികളോടെ നടന്നു. സമാപന സമ്മേളനം കൌൺസിലർ T അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ തമ്പി റോഡ് മുതുനിലം ജനസേവാ റെസിഡൻസ് അസോസിയേഷന്റെ 7ാമത് വാർഷികാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് K ബാബു അധ്യക്ഷം വഹിച്ച പരിപാടി 48ാം ഡിവിഷൻ കൌൺസിലർ T അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി E ബാബുരാജൻ, കൺവീനർ രവീന്ദ്രൻ V, K ഷാജി, KK ദാമോദരൻ, ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ A അജീഷ്, സഹൃദയ റെസിഡൻസ് പ്രസിഡന്റ് മുരളീധരൻ എടത്തൊടി, വെസ്റ്റ് ബീച്ച് റോഡ് റെസിഡൻസ് സെക്രട്ടറി VP രാധാകൃഷ്ണൻ, വനിതാ വിഭാഗം പ്രസിഡന്റ് V ശാരദ, K ദിനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാത്തോട്ടം കുറുഞ്ചാത്തൻ വയൽ കേന്ദ്രീകരിച്ച് ജ്വാല റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു. 53ാം ഡിവിഷൻ കൌൺസിലർ PK ഷാനിയ ജ്വാല റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ഒരു അയൽസഭ രൂപീകരിക്കണം എന്നൊരു രീതിയുണ്ട്. കാരണം ജനങ്ങളുടെ ഭരണം അത്രയും സുതാര്യമാകുന്ന രീതിയിൽ. കാരണം ജനങ്ങളുടെ താഴെ തട്ടിൽ നിന്നും ഭരണാധികാരികൾക്ക് നിർദ്ദേശങ്ങൾ എന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. PM രവി അധ്യക്ഷം വഹിച്ചു. മാറാട് അഡീഷണൽ SI MM പ്രകാശൻ, ജനമൈത്രി ബീറ്റ് ഓഫീസർ ബാബുരാജൻ, കോയമ്മൺ, MI മുഹമ്മദ്, രമേശ് നമ്പ്യത്ത്, കൌൺസിലർ പൊന്നത്ത് ഷൈമ, P ഷാജീവൻ, SK യാക്കൂബ്, അസ്ര മുജീബ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. ഈ വർഷം നടക്കുന്ന ത്യാഗരാജ ആരാധനാ പരിപാടികളിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കും. വൈകുന്നേരം 3 മണി മുതൽ 9:30 വരെയാണ് സംഗീത കച്ചേരികൾ നടക്കുന്നത്. പരിപാടികൾ ഫെബ്രുവരി 24-ന് പ്രശസ്ത വയലിൻ വിദ്വാൻ പാലക്കാട് R സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ത്യാഗരാജ ആരാധന ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ ഇത്തവണ നടക്കുന്ന 36ാമത് സംഗീതോത്സവത്തിൽ നിരവധി സംഗീത വിദ്യാർത്ഥികളും ആരാധകരും പങ്കെടുക്കും. ഫെബ്രുവരി 27-ന് നടക്കുന്ന ഉഞ്ചവൃത്തിയിൽ പഞ്ചരത്ന കീർത്തനങ്ങളും ആലപിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 10ാം ശമ്പള പരിഷ്കരണത്തിൽ നേരിട്ട അവഗണനയ്ക്കെതിരെ ജില്ലയിലെ വെറ്ററിനറി ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരത്തിന് തുടക്കം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് പഠിക്കാൻ ജനപ്രതിനിധികൾക്ക് പഞ്ചായത്ത് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെ പരിശീലന ശില്പശാല. +2 പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്കായി പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.